മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മനോഹയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. മനോഹയും കുടുംബവും ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് ദൈവത്തിൻ്റെ പ്ലാൻ നിറവേറ്റുന്നതിന് പോകാനായിട്ട് അവരെ ഈൽഡ് ചെയ്ത് കൊടുത്ത കുടുംബമാണെന്ന് കേട്ടു. മൂന്നാമത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രയോജനമുള്ളവരായിരിക്കണം മക്കൾ എന്ന് അവർ ചിന്തിച്ചതാണ്. നാലാമത് മക്കളെ വളർത്താനായിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിച്ചതായിട്ട് നമ്മൾ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് പോയി കേൾക്കണമേ എന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മൾ കണ്ടു, അവർ ഏഞ്ചലിനെ രണ്ടാമത് വീണ്ടും വിളിച്ചു വരുത്തി, ദൂതനെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ആ ഏഞ്ചൽ വന്നു. നമ്മൾ 11-ാം വാക്യത്തിൽ മനോഹ എഴുന്നേറ്റ് ഭാര്യയോട് കൂടെ ചെന്ന് ആ പുരുഷൻ്റെ അടുക്കലെത്തി. സ്ത്രീയും പുരുഷനും ഇവിടെ ഒരുമിച്ച് ദൈവപുരുഷനെ കാണാൻ പോവുകയാണ്. ഒരു ഐഡൽ ഫാമിലിയുടെ ഒരു എക്സാമ്പിളാണ്. ടുഗദർ സീക്കിംഗ് ഗോഡ്. രണ്ടുപേരും കൂടി, ഭർത്താവ് മാത്രം ദൈവത്തെ അറിയല്ല, ഭാര്യ മാത്രം ദൈവത്തെ അറിയല്ല, രണ്ടുപേരും കൂടി ചേർന്ന്, അതാണ് ആ ഫാമിലി പ്രൈസ് ടുഗദർ, സ്റ്റേസ് ടുഗദർ, എ ഫാമിലി വർഷിപ്പ് ടുഗദർ. ദൈവത്തിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പുതിയ നിയമത്തിലുള്ള 2-3 പേർ, അന്നേരം ഭാര്യയും ഭർത്താവും ചേർന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ ദൈവപുരുഷനെ കാണാൻ പോകുന്നത്, അങ്ങനെയുള്ളൊരു അനുഭവം അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിപ്പിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരാനിടയാവും. ഏതെങ്കിലും രീതിയിൽ ഭർത്താക്കന്മാർ ദൈവത്തെ അറിയാതെ വന്നാൽ, നിങ്ങളുടെ നടപ്പ് നല്ലതായാൽ, നിങ്ങളുടെ നടപ്പ് കണ്ടിട്ട് ഭാര്യമാരുടെ നടപ്പ് എന്നാൽ ചേർന്ന് വരുവാൻ, എന്നുവെച്ചാൽ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ ഇടവരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കണമെന്ന് ഇവിടെ പത്രോസ് പറയുന്നു. പിന്നീടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഒരുമിച്ചാകണം. ഇവിടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, എന്നുവെച്ചാൽ ഭാര്യയുടെ ബിഹേവിയറൽ ലൈഫ് സ്റ്റൈല് കണ്ടറിഞ്ഞ് ഭർത്താക്കന്മാർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഭാര്യമാർക്കൊരു ചലഞ്ചാണ്. ഭർത്താക്കന്മാർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഭാര്യ, ഇത് കുടുംബത്തിലെ ഏറ്റവും പ്രധാനമാണ്. വഴക്കുണ്ടാക്കുന്ന ഭാര്യയും ഭർത്താവും. ഭാര്യ ഭക്തിയായ സ്ത്രീയാണ്, എന്തോ വഴക്കുണ്ടാക്കി ഭർത്താവ് വാതിൽ കൊട്ടിയടച്ച് പുറത്തേക്ക് പോയി. നിൻ്റെ കൂടെ പൊറുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ അവിടെ കളഞ്ഞിട്ട് പുറത്തേക്ക് പോയി. രാത്രിയിലാണ്, ഇരുട്ടിൽ. ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമായി ഭർത്താവ് ഇങ്ങനെ പോയതുകൊണ്ട്. ഭാര്യ ബെഡ്റൂമിൽ കയറി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് ഓർത്തിട്ട് വിഷമത്തിൽ. എന്നാൽ ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നറിയാം? ഈ ഭർത്താവ് പുറത്ത് നിന്ന് ഈ ഭാര്യയുടെ ആക്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് ആണെങ്കിൽ ചിലപ്പോൾ അറിയാനൊക്കത്തില്ല, പോയി പെട്ടെന്ന് തൂങ്ങിച്ചത്താലോ, വല്ല വിഷമെടുത്ത് കുടിക്കുകയോ അല്ലെങ്കിൽ വല്ല പെട്രോളോ മണ്ണെണ്ണയോ വല്ലതും ദേഹത്തൊഴിച്ച് തീയിട്ടാലോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഇപ്പം കാണുമായിരിക്കും. എന്തായാലും ഭർത്താവ് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് പുറത്ത് നിന്ന് വാച്ച് ചെയ്യാണ്. ഇരുട്ടിലാണ്, ഭർത്താവിനെ കാണാനായിട്ട് ഭാര്യയ്ക്ക് പറ്റത്തില്ല. ബെഡ്റൂമിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. അന്നേരം അവൾ എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് ഇയാൾ പുറത്ത് നിൽക്കുകയാണ്. അന്നേരം അവൾ പ്രാർത്ഥിച്ച ഇതാണ്: കർത്താവേ, എൻ്റെ ഏത് സ്വഭാവമാണ് എൻ്റെ ഭർത്താവിനെ പ്രകോപിപ്പിക്കുന്നതെന്ന് കർത്താവെ നീ പറഞ്ഞു തരണം. കർത്താവെ, ആ സ്വഭാവം ഒന്ന് മാറ്റിത്തരണമേ. ഞാനൊരു നല്ല ഭാര്യയാവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇയാൾ വിചാരിച്ച് ഇയാൾക്ക് മാനസാന്തരം കൊടുക്കണമേ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവൾ പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ചാണ് ഇവൾ പുറത്ത് നിൽക്കുന്നത്. എന്നാൽ ഈ പുള്ളിയുടെ ഒരു കാര്യവും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചത് എന്നെ മാനസാന്തരപ്പെടുത്തണം, എൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് അവളെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരനുഭവം. അതുകൊണ്ട്
ഭാര്യയുടെ നടപ്പ് മനസ്സിലാക്കി ഭർത്താവിലേക്ക് വരുന്ന ആ ഒണ്ണസ്, അതിന് ദൈവത്തിലേക്ക് നടത്താനായിട്ടുള്ള മാർഗമാണ് ഭാര്യയുടെ ബിഹേവിയർ എന്നുള്ളത് ആ ഒരു ചെറിയൊരു കഥയിൽ കൂടി ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ഇവിടെ മനോഹയും ഭാര്യയും ഒരുമിച്ച് പോയി ദൈവപുരുഷനെ കാണാനായിട്ട് പോയി. രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ചിന്തയല്ല. മനോഹ പറയുന്നതും ആ സ്ത്രീ പറയുന്നതും രണ്ട് രീതിയിലല്ല, ഒരുമിച്ചാണ് അവർ പോകുന്നത്. അവർ പോയി. അപ്പോഴേ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം തൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്ത്രീയോട് യഹോവയുടെ ദൂതൻ മനോഹയോട് പറയുന്നു, ഞാൻ സ്ത്രീയോട് പറഞ്ഞൊക്കെ അവൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. എന്താണ്, മുന്തിരിവള്ളിയിൽ നിന്ന് യാതൊന്നും അവൾ തിന്നരുത്. അവൾക്ക് ഒരുപാട് പഥ്യം കൊടുത്തിട്ടുണ്ട്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായൊന്നും തിന്നുകയരുത്, ഞാൻ അവളോട് കൽപ്പിച്ചൊക്കെ അവൾ ആചരിക്കണം. മനോഹ യഹോവയുടെ ദൂതനോട്, ഞാനൊരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാചകം ചെയ്യുന്നവരെ നീ താമസിക്കണം. യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിച്ചാലും ഞാൻ നിൻ്റെ ആഹാരം കഴിക്കുകയില്ല. ദൈവത്തിൻ്റെ ദൂതനാണല്ലോ. ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിക്കുക. ഇതെല്ലാം അവർ തമ്മിലുള്ള ഡിസ്കഷനാണ്. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞില്ല. മനോഹ ഉടൻ തന്നെ അടുത്ത ചോദ്യം യഹോവയുടെ ദൂതനോട്, നിൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടത് നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം തന്നെ എന്ത് ഇതാണ്, നിൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണം. ഫാമിലി ദാറ്റ് ഹോണേഴ്സ് ഗോഡ്, ദൈവമക്കളെ ആദരിക്കുന്ന കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ ദൈവമക്കളെ ആദരിക്കണം. അബ്രഹാം അനൗൺസ്മെൻറ്റ്, സാറാ ഗർഭം ധരിക്കുന്ന അനൗൺസ്മെൻറ്റായി വന്നപ്പോഴേ ദൈവദൂതന്മാരെ ആദരിച്ച കാര്യം നമുക്കറിയാം. അറിയാതെ പോലും ദൈവദൂതന്മാരെ ആദരിക്കും. ദൈവമക്കളെ കുറ്റം പറയുന്ന കുടുംബങ്ങളല്ല. അവൻ മോശമാണ്, അല്ലെങ്കിൽ ഈ പാസ്റ്റർ മോശമാണ്, ഈ ദൈവ ശുശ്രൂഷൻ മോശമാണ്, ആ മൂപ്പൻ മോശമാണ്, ആ അച്ഛൻ മോശമാണ് എന്ന് പറയുകയല്ല. മക്കൾ കേൾക്കുക, ആളുടെ കുറ്റം പറയുകയല്ല. ദൈവത്തിൻ്റെ മക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന കുടുംബം. അങ്ങനെ ചെയ്തപ്പോഴെന്താ സംഭവിച്ചേ? യഹോവയുടെ ദൂതനോട് എൻ്റെ പേർ ചോദിക്കുന്നത് എന്താ അതിശയമുള്ളതെന്ന് പറഞ്ഞു. യഹോവ അങ്ങനെ മനോഹർ ഒരു കോലാട്ടിൻകുട്ടിയും ഭോജനയാഗത്തെയും കൊണ്ടുവന്നൊരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. രാമൻ പറഞ്ഞു, നിങ്ങളെ എനിക്ക് യാഗമല്ല, യഹോവയ്ക്ക് യാഗം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടെ എന്താ സംഭവിച്ച ഒരു വലിയ മിറക്കിളുണ്ടായി. ഗോഡ് വിൽ പെർഫോം മിറക്കിൾസ് ഇൻ യുവർ ഫാമിലി. ദൈവ വഴിയിൽ ജീവിക്കുകയും ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുകയും ദൈവത്തിൻ്റെ മക്കളെ ഹോണർ ചെയ്യുകയും ചെയ്യുമ്പോഴേ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഒരു അത്ഭുതം ഉണ്ടാകും. എന്താണ് ഇവിടെ അത്ഭുതം ഉണ്ടായത്? അഗ്നിജാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിലെ ജ്വാലയോട് കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. ഒന്ന്, അവർ എൻ്റെ പേര് ചോദിച്ചു, അതിന് ദൈവത്തിൻ്റെ ദൂതനാണെന്നുള്ളൊരു കൺഫർമേഷൻ അവർക്ക് കിട്ടുകയാണ്. അത് മാത്രമല്ല, അവരുടെ ഉള്ള കാര്യങ്ങൾ എന്താണ്, കോലാട്ടിൻകുട്ടി, ഭോജനയാഗം, അത് കൊണ്ടുവന്ന് ദൈവത്തിന് അർപ്പിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയണം, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാൾ ദൈവത്തിൻ്റെ സ്റ്റുവാർഡ്ഷിപ്പിൽ ഇൻവോൾവ് ആണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഔദാര്യമായി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഫാമിലി ഫൈനാൻസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ മുഴുവൻ ദൈവത്തിലേക്ക് കൊടുക്കാനായിട്ട് പഠിക്കണം. ഭൂമിയിലല്ല നമുക്ക് നിക്ഷേപം വേണ്ടത്. ഭൂമിയിൽ നിക്ഷേപം വെച്ചാൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പം ഒരുപാട് പലിശയ്ക്ക് വേണ്ടി അനേകം ആളുകൾ പലയിടത്തും നിക്ഷേപിച്ചവരുടെയൊക്കെ കഥകൾ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ്, ഒന്നും രണ്ടും പൈസയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ പോയവർക്ക് അറിയാം. ഈവൻ ക്രിസ്ത്യൻ ഫാമിലികളിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമാണ് കുഞ്ഞിന് വേണ്ടി കരുതുന്നത്. കുഞ്ഞിന് വേണ്ടി കരുതി ഞാനങ്ങ് എൻ്റെ റിസോഴ്സസ് എല്ലാം അങ്ങനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഓരോ ദിവസം രാവിലെ എടുത്ത് FDയുടെ റെസീറ്റ് മറിച്ച് നോക്കുക, അത് പുതുക്കാറായോ, ഇത് പുതുക്കാറായോ, വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കി 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 അട്ടിയായിട്ട് വെക്കുകയല്ല. മൈ റിസോഴ്സസ് ഷാൽ ബി ഷെയർഡ്. അത് ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി തന്നിരിക്കുന്നതാണ് നിനക്ക് റിസോഴ്സസ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, സമൃദ്ധിയായി അനുഗ്രഹിക്കും. നീ ഉള്ള ഉറവയിൽ നിന്ന് അങ്ങോട്ട് കൊടുക്ക്. ഡെഡ് സീ പോലെ ജീവനില്ലാതിരിക്കാതെ യോർദാൻ നദി പോലെ അങ്ങോട്ട് കൊടുക്ക്. നിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ദൈവം അങ്ങോട്ട് ഫില്ല് ചെയ്യും. വീണ്ടും വീണ്ടും പുതിയ ജീവനുള്ള നീരുറവയെ വന്നു ചേരും. അതിന് ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ ബാക്കി ദൈവം നോക്കിക്കൊള്ളും.
സോ ഗോഡ് വിൽ പെർഫോം എ മിറക്കിൾ ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മിറക്കിൾ അവിടെ നടക്കും. എന്നിട്ട് എന്താ ചെയ്തു? ലാസ്റ്റ് പോയിന്റിൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എ ഫാമിലി വർഷിപ്പിംഗ് ടുഗദർ. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. എന്നിട്ട് അവർ മനസ്സിലാക്കി ഇത് യഹോവയുടെ ദൂതനാണ്. യഹോവയുടെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. യഹോവയുടെ ദൂതൻ്റെ മുന്നിൽ വെച്ച് ദൈവത്തിന് യാഗം സമർപ്പിച്ചു. അവിടെ വലിയൊരു മിറക്കിള് അവിടെ യഹോവയുടെ ദൂതനായ ജ്വാലയിൽ കൂടെ കയറിപ്പോയിട്ട് അവർ അവരുടെ ഈ സ്റ്റുവാർഡ്ഷിപ്പ് അവർ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് കോലാട്ടുരുട്ടിയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചതിനാൽ ദൈവം അവരുടെ കാര്യം നോക്കുമെന്നുള്ളൊരു കൺഫർമേഷൻ അവർക്ക് കിട്ടുകയാണ്. അവർ രണ്ടുപേരും അവിടെ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു. പിന്നെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ കാണാൻ പറ്റും, അവർക്ക് ഒരു മകനെ കിട്ടി, അവന് ശിംശോൻ എന്ന് പേരിട്ടു. അവൻ വന്നു. അതിനകത്ത് താഴെ അവസാനത്തെ വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. എന്താണ് പർപ്പസ്? എന്താണ്? ഫെലിസ്ത്യരെ കൊന്നൊടുക്കാൻ. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി ഫെലിസ്ത്യരെ കൊന്നൊടുക്കാൻ. എന്ത് പർപ്പസിന് വേണ്ടി അവനെ കൊണ്ടുവന്ന്? ഫെലിസ്ത്യരെ കൊല്ലാനായിട്ട്. ഫെലിസ്ത്യരുടെ അടിമയിൽ 40 വർഷം കിടക്കുകയാണ്. അതിന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട്, അവരെ കൊല്ലുവാനായിട്ട് മനോഹയുടെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. മനോഹയുടെ കുടുംബത്തിൻ്റെ ക്വാളിറ്റീസിനകത്ത് ഞാൻ 7 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ആ കുടുംബം ദൈവത്തിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാതോർത്തിരുന്ന കുടുംബമാണ്. എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലിരുന്ന കുടുംബമാണ്. 2, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന കുടുംബമാണ്. ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വരുന്ന കുടുംബമായിരുന്നു. 3, രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രയോജനമുള്ളവരായിരിക്കണം മക്കൾ എന്ന് ചിന്തിച്ച കുടുംബമാണ്. 4, മക്കൾക്ക് വളർത്താനുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് അവർ ആഗ്രഹിച്ച കുടുംബമാണ്. 5, ഇന്ന് പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ദൈവത്തിൻ്റെ ആലോചന അന്വേഷിക്കുന്ന കുടുംബം. 6 പറഞ്ഞത് ദൈവത്തെ മാനിക്കുന്ന കുടുംബം, ദൈവത്തിനെ മാനിക്കുന്ന കുടുംബം, ഹോണർ ചെയ്യുന്ന കുടുംബം. 7 പറഞ്ഞത് ദൈവത്തിന് മിറക്കിൾ പെർഫോം ചെയ്യുന്ന കുടുംബം. ദൈവത്തിന് വേണ്ടി വേണ്ടതൊക്കെയും സബ്മിറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി ഓഫർ ചെയ്യുമ്പോഴേ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന് യാഗപീഠവും യാഗവസ്തുവും എല്ലാം ഓഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വലിയ മിറക്കിൾ നടക്കുന്ന കുടുംബം. ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ് ക്രിസ്തീയ കുടുംബങ്ങൾ ആയിരിക്കേണ്ടത്. അല്ലാതെ എൻ്റെ കൊച്ചിനെ ഞാനങ്ങോട്ട് വളർത്തും, അവളെ ഞാനങ്ങ് പഠിപ്പിക്കും, അവൾ വലിയൊരു പ്രൊഫഷണലാവും, അതൊക്കെ നല്ലതാണ്, അതൊക്കെ വേണ്ടാതെന്നല്ല പറയുന്നത്. പ്രൊഫഷണലാവും, അവളെ കല്യാണം കഴിക്കും, അവൾക്ക് കുഞ്ഞുങ്ങളാവും, ഞാനിങ്ങനെ സന്തോഷിക്കും, ഇങ്ങനെ അങ്ങ് ജീവിക്കും. അതല്ല ലൈഫ് എന്ന് പറയുന്നത്. അതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങൾ കൂടി നടന്നു വരിക എന്നുള്ളതാണ് ഉദ്ദേശം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നത് 2 ക്യാരക്ടർ സ്റ്റഡിയാണ് നമ്മൾ നടത്തിയത്. നേരത്തെ ശമൂവേൽ ബാലിൻ്റെ അപ്പനും അമ്മയും എൽക്കാനെയും ഹന്നയുടെയും കാര്യം പറഞ്ഞു. ഇന്നിപ്പം ശിംശോൻ്റെ ജീവിതത്തിലെ ഉള്ള അപ്പൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും ഈ കുടുംബങ്ങളൊക്കെ ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുക. നിങ്ങളുടെ കുടുംബവും ആ രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്ന കുടുംബങ്ങളായി മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ കുടുംബത്തെ ആ രീതിയിൽ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കുടുംബങ്ങൾ അങ്ങനെ മാറിപ്പോയി, അല്ലെങ്കിൽ ദൈവഹിതത്തിൽ നിന്ന് വ്യതിരിച്ചു പോയി എങ്കിലും ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ട്. ദൈവത്തിലേക്ക് കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ ദൈവദിനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മനോഹയും കുടുംബവും ദൈവസന്നിധിയിൽ ഡിപ്പെൻഡ് ചെയ്തതുപോലെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുവാനായിട്ട്, ദൈവത്തിൻ്റെ ആലോചന ചോദിപ്പാനായിട്ട്, ദൈവത്തിൽ നിന്ന് ജ്ഞാനം അന്വേഷിപ്പാനായിട്ട്, ദൈവപുരുഷനെ ആദരിപ്പാനായിട്ട്, ദൈവത്തിൻ്റെ മക്കളെ ആദരിപ്പാനായിട്ട്, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർഷിപ്പ് ചെയ്യുന്ന കുടുംബങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്യാരക്ടേഴ്സൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കും, സ്വസ്ഥത നൽകും, വേണ്ടതായിട്ടുള്ള നന്മകൾ നൽകും. കർത്താവേ, അത് ഞങ്ങളെ അറിയുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും അനേക കുടുംബങ്ങൾ, അത് മാത്രമല്ല മാതൃകയായി ഞങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിലും ഞങ്ങളുടെ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും അനേകം കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ദൈവമേ, ഇതെല്ലാം ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം കർത്താവ്. ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് സെറ്റ് ബാക്കുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് പകൽക്കാലം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഏതെങ്കിലും പ്രയാസങ്ങൾ കുടുംബത്തിൽ കടന്നു പോകുന്നെങ്കിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇതാ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും പ്രാർത്ഥന, അഡ്വൈസ്, കൗൺസിലുള്ള ആവശ്യമുള്ളവർ വിളിച്ചാൽ അതുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും സ്പെഷ്യൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് പ്രയറിൽ വെക്കേണ്ടതുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ ഫാസ്റ്റിംഗ് പ്രയറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഞാൻ പറഞ്ഞ ഈ ഫാമിലി സീരീസ് കഴിയുമ്പോഴേ നമ്മുടെ കുടുംബം ദൈവത്തിന് ഇഷ്ടമുള്ള ജുവൽ പോലുള്ള കുടുംബമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.